നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള നാർസിസ്റ്റിക് പേഴ്സൺ അത് ഏത് വ്യക്തിയും ആവട്ടെ, അത് നാർസിസ്റ്റിക് ആയിട്ടുള്ള പാർട്ണർ ആവട്ടെ, നിങ്ങളുടെ പാരന്റ് ആകട്ടെ, നിങ്ങളുടെ എങ്ങനെ റിലേറ്റീവ് ആവട്ടെ, ഫ്രണ്ട് ആവട്ടെ, അല്ലെങ്കിൽ കൊളീഗ് ആവട്ടെ, ഏത് തരത്തിലുള്ള ആളാണെങ്കിലും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഇവരുടെ അടുത്ത് എങ്ങനെയാണ് റിവെഞ്ച് ചെയ്യേണ്ടത്, ഇവർക്ക് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്. എന്നെ ഇത്രയും ബുദ്ധിമുട്ടിച്ച് എന്നെ ഇത്രയും കഷ്ടപ്പെടുത്തിയ ഒരാളെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല, എന്തെങ്കിലും എനിക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് നിരന്തരം ഇപ്പോഴും എനിക്ക് എൻ്റെ അടുത്ത് ചോദ്യങ്ങൾ വരുന്ന ഒരു കാര്യമാണ് ഈ ഒരു പ്രത്യേക ടോപ്പിക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് വീണ്ടും ഒരു കൃത്യത വരുത്താനുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്തിരിക്കുന്നത്. അപ്പൊ സാധാരണഗതിയിൽ നിങ്ങൾ റിവെഞ്ച് ചെയ്യാൻ പ്രതികരിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഇവരുടെ തന്നെ ടോക്സിക് ഗെയിംസ് ഇവർക്കെതിരെ ഉപയോഗിച്ചുകൊണ്ടും, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അവരെ എങ്ങനെയെങ്കിലും ഹേർട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ എക്സ്പോസ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് കൂടുതൽ ആൾക്കാരുടെ അടുത്ത് പോയി പറയുകയും, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഈ അവരുടെ തന്നെ നമുക്കെതിരെ ഉപയോഗിച്ച അബ്യൂസീവ് ആയിട്ടുള്ള അതേ ലാംഗ്വേജിൽ ഇവരെടുത്ത് ആർഗ്യൂ ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് പ്രതികരിക്കാൻ ശ്രമിച്ചാൽ എപ്പോഴും അവർ മാത്രമേ വിജയിക്കുകയുള്ളൂ. അതിനുള്ള കാരണം എന്ന് പറയുന്നത് നാർസിസിസ്റ്റിക് കെയോട്ടിക് ആയിട്ടുള്ള ഈ ഒരു സിറ്റുവേഷൻ, എപ്പോഴും വഴക്കുണ്ടാവുന്ന, എപ്പോഴും ഇത്തരം കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്ന സിറ്റുവേഷൻ മാസ്റ്റർ ചെയ്തിരിക്കുന്നവരാണ്. അവരവരുടെ ലൈഫ് ടൈം തന്നെ ഇത്തരം സിറ്റുവേഷൻസിൽ എങ്ങനെ മാസ്റ്റർഫുൾ ആയിട്ട് പെർഫോം ചെയ്യണം എന്നുള്ള കാര്യത്തിൽ മാസ്റ്റേഴ്സ് ആയിട്ടുള്ളവരാണ്. ആ മാനിപ്പുലേഷൻ ഗെയിം എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് ഇവരുണ്ടാക്കിയെടുത്ത ഒരു കാര്യമാണ്. അപ്പൊ അതിനകത്ത് എപ്പോഴും അവർ മാത്രമേ ജയിക്കുള്ളൂ. കാരണം ഒരു എമ്പതി ഇല്ലാത്ത വ്യക്തിയെ അങ്ങനത്തെ സിറ്റുവേഷനിൽ പൂർണ്ണമായിട്ടും ജയിക്കുകയുള്ളൂ, കൺട്രോൾ ചെലുത്താൻ കഴിയുള്ളൂ. നമ്മുടെ സമൂഹത്തിലാണെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ഫൈറ്റ് ബാക്ക്, ഇത്തരത്തിലുള്ള ഒരു പ്രതികാരം നിങ്ങൾക്ക് വളരെ അഡ്വേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ വളരെ റോങ് ആയിട്ട് നിങ്ങളെ എഫക്ട് ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതൽ. കാരണം അനുസരണക്കേട് അല്ലെങ്കിൽ അഹങ്കാരം എന്നുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് നിങ്ങളെ അനുസരണ പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളെ പിറകോട്ട് വലിക്കാൻ, നിങ്ങളെ വേദനിപ്പിക്കാൻ നാർസിസ്റ്റിന് എളുപ്പം കഴിയും. അവരുടെ സ്മിയർ ക്യാമ്പയിന് എളുപ്പം കഴിയും എന്നുള്ളത് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ വിലങ്ങടി. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലാണ് നിങ്ങൾ റിവെഞ്ച് എടുക്കേണ്ടത്, എങ്ങനെയാണ് നാർസിസ്റ്റിന്റെ മേലെ വിജയിക്കേണ്ടത് എന്നുള്ള കാര്യത്തിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നാർസിസ്റ്റ് അവർ ചെയ്യുന്ന പ്രവൃത്തിയിൽ റിഗ്രറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കണമെങ്കിൽ നാർസിസ്റ്റുകളുടെ ക്ലിനിക്കൽ ആയിട്ടുള്ള വൾണറബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ക്ലിനിക്കൽ ആയിട്ടുള്ള സ്റ്റഡീസ് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തികൾ വളരെ പ്രൊഫൗണ്ട് ആയിട്ടുള്ള, വളരെ ഡീപ്പ് ആയിട്ടുള്ള ഒരു ഇന്റേണൽ ഷെയിം, നാണക്കേട് കാരണം ബുദ്ധിമുട്ടുന്നവരാണ്. ആൻഡ് ഇവർക്ക് കംപ്ലീറ്റ്ലി ഫ്രജൈൽ ആയിട്ടുള്ള, തൊട്ടാൽ പൊട്ടിപ്പോകുന്ന തരത്തിലുള്ള ഒരു ഈഗോയാണ് ഉള്ളത്. അവരുടെ സെൽഫ് എസ്റ്റീം റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഒരു സിസ്റ്റം അവരുടെ ഉള്ളിൽ അവർക്കില്ല. അതുകൊണ്ട് തന്നെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്റ്റേണൽ വാലിഡേഷനെയും കൺട്രോളിനെയും മറ്റുള്ളവരുടെ ഇമോഷണൽ റിയാക്ഷനെയുമാണ് ഇവർ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇവർക്ക് നാർസിസ്റ്റിക് സപ്ലൈ കിട്ടാൻ വേണ്ടിയിട്ട്. ആ സപ്ലൈ ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് നിലനിൽക്കാൻ കഴിയുള്ളൂ. നിങ്ങൾ അവരുടെ അടുത്ത് ആർഗ്യൂ ചെയ്താൽ, നിങ്ങൾ കരഞ്ഞാൽ, നിങ്ങൾ വിഷമിച്ചാൽ, എന്തെങ്കിലും ഇമോഷണൽ കാണിച്ചാൽ തന്നെ അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലാണെങ്കിൽ പോലും നാർസിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സപ്ലൈ കിട്ടുകയാണ്, അവർക്ക് കൺട്രോൾ കിട്ടുകയാണ്, അല്ലെങ്കിൽ ഒരു തോന്നൽ ഉണ്ടാവുകയാണ് അവർക്ക് ഇപ്പോഴും നിങ്ങളിൽ കൺട്രോൾ ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ രീതികളിലൊന്നും ഒരു നാർസിസ്റ്റിനെ നിങ്ങൾക്ക് ഹേർട്ട് ചെയ്യാനായിട്ട് കഴിയില്ല. നാർസിസ്റ്റുകൾക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യം എന്താണ്? കൺട്രോൾ എന്ന് പറയുന്ന കാര്യമാണ്. ആ കൺട്രോൾ എന്ന് പറയുന്ന കാര്യത്തിൽ ഇവരെ സ്റ്റാർവ് ചെയ്യിപ്പിക്കുക, പട്ടിണി കിടത്തിക്കുക എന്നുള്ള കാര്യത്തിലൂടെയാണ് നാർസിസ്റ്റുകളെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് കഴിയുന്നത്, അവരെ ഒരു പാഠം പഠിപ്പിക്കാനായിട്ട് കഴിയുന്നത്. ഒന്നാമത്തെ സീക്രട്ട് എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ഇൻഡിഫറൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ എപ്പോഴും പറയാറുള്ള ഗ്രേ റോക്ക് മെത്തേഡ്. ഈ ഗ്രേ റോക്ക് മെത്തേഡ് ഓൾറെഡി ഞാൻ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ അവിടുത്തെ ഏറ്റവും ബോറിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് മാറുക എന്നുള്ളതാണ് ഈ ഗ്രേ റോക്ക് മെത്തേഡിന്റെ അടിസ്ഥാനം തന്നെ. നിങ്ങൾ ഈ ഒരു സിനാരിയോ ഇമാജിൻ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള മദറിലോ അല്ലെങ്കിൽ അങ്കിൾ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, നിന്റെയൊക്കെ ഫ്രണ്ട്സിനൊക്കെ ഗവൺമെന്റ് ജോലിയൊക്കെ ആയി, നീ കണ്ടില്ലേ, നിനക്ക് ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ, ഒരു ഇത് ആവാതെ, അവരൊക്കെ വലിയ വലിയ ജോലി ആയതാ, നിന്റെ ഫ്രണ്ട്സ് അവരൊക്കെ UK-യിലും കാനഡയിലും ഒക്കെ പോയില്ലേ, നിനക്ക് ഇവിടെ തന്നെ കിടന്നാൽ മതിയല്ലോ. നിങ്ങൾ വളരെ കാമായിട്ട് നിർവികാരതയോടെ അവരുടെ മുഖത്ത് നോക്കി പറയുക, ഗവൺമെന്റ് ജോലിയൊക്കെ സ്റ്റേബിൾ ആണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഫോൺ എടുത്തിട്ട് പതുക്കെ അതിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. നിങ്ങളിവിടെ ആങ്കർ കാണിച്ചില്ല, ഇവർക്ക് എക്സ്പ്ലനേഷൻ കൊടുത്തില്ല, നിങ്ങൾ ഒരു ചെറിയ വാചകത്തിൽ എല്ലാം ഒതുക്കി. നാർസിസ്റ്റിന് ഈ സാഹചര്യത്തിൽ ഒരു നാർസിസ്റ്റിക് ഇഞ്ചുറി സംഭവിക്കും. നിങ്ങളൊരു ഇമോഷണൽ റിയാക്ഷനും കൊടുക്കാതെ ഈ രീതിയിൽ സംസാരിച്ചതിലൂടെ നാർസിസ്റ്റ് മനസ്സിലാക്കുന്നത് അവരുടെ വെർബൽ ആയിട്ടുള്ള ആരോസ്, നിങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്ന ഒളിയമ്പുകൾ നിങ്ങളുടെ ഉള്ളിലേക്ക് തുളച്ചു കയറി നിങ്ങളെ വേദനിപ്പിക്കുന്നില്ല എന്നുള്ളത് പവർ ഇല്ലായ്മയായിട്ടാണ് അവർക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ നിങ്ങളിലുള്ള കൺട്രോളിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന നാർസിസ്റ്റ് ഇത്തരം സാഹചര്യത്തിൽ പിൻവലിയുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ സീക്രട്ട്, ഇരുമ്പ് പോലെയുള്ള ഇൻഫർമേഷൻ ഡയറ്റ് എടുക്കുക. ഇതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാർസിസ്റ്റിനെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിന്നും, നിങ്ങളുടെ ഗോൾസിൽ നിന്നും, നിങ്ങളുടെ വൾണറബിലിറ്റീസിൽ നിന്നും കട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്.
നിങ്ങളിൽ നിന്നുള്ള ഡേറ്റ ഉണ്ടല്ലോ, അത് ഒരു വെപ്പൺ ആയിട്ടാണ്, ഒരു ആയുധമായിട്ടാണ് നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ ഉപയോഗിക്കുന്നത്. നിങ്ങൾ നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയോട് പറയുന്ന നിങ്ങളെക്കുറിച്ചുള്ള വൾണറബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്താണെങ്കിലും അത് നാളെ നിങ്ങൾക്കെതിരെ ഉപയോഗിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഡയറ്റ് എടുത്തുകൊണ്ട് ഈ ആയുധം നാർസിസിന്റെ നിങ്ങൾ എടുത്ത് മാറ്റുക. നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോൾസിനെ കുറിച്ച്, നിങ്ങളുടെ ഫിനാൻഷ്യൽ വിൻസിനെ കുറിച്ച് ഇവരുടെ അടുത്ത് പറയാതിരിക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ സ്ട്രഗിൾസ്, നിങ്ങളുടെ പ്രോബ്ലംസ്, നിങ്ങളുടെ ഫ്യൂച്ചറിലെ ബിസിനസ് പ്ലാൻസ്, നിങ്ങൾ അടുത്ത് എന്ത് സ്റ്റെപ്പാണ് എടുക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും നാർസിസിനെ അറിയിക്കരുത്. നിങ്ങൾക്ക് നാർസിസിനോട് ഒരു വീടിനകത്ത്, ഒരു റൂമിനകത്തൊക്കെ ജീവിക്കേണ്ടി വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളതെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള ടോപ്പിക്കുകളിൽ മാത്രം ഒതുക്കി നിർത്തുക. ഇപ്പൊ കാലാവസ്ഥയെക്കുറിച്ചും പച്ചക്കറിയുടെ വിലയെക്കുറിച്ചും സാധാരണ പബ്ലിക് ആയിട്ടുള്ള ന്യൂസുകളെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. അല്ലാതെ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള മറ്റൊരു കാര്യവും ഇവരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അവരൊരു ഔട്ട്സൈഡർ ആയിട്ട് പതുക്കെ നിങ്ങളാൽ തഴയപ്പെട്ടു അല്ലെങ്കിൽ മാറ്റപ്പെട്ടു എന്നുള്ളത് പതുക്കെ അവർക്ക് ബോധ്യപ്പെടും. മൂന്നാമത്തെ സീക്രട്ട്, ഇത് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ബൗണ്ടറി, കംപ്ലീറ്റ് നോ കോൺടാക്റ്റിലേക്ക് പോകുന്നത്. ഒരു വ്യക്തിയുടെ, ഒരു മനുഷ്യന്റെ സൈക്കോളജിക്കൽ റിക്കവറിയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വെപ്പൺ എന്ന് പറയുന്നത് നോ കോൺടാക്ട് തന്നെയാണ്. ഈ NPD ഉള്ള ആളും അവരുടെ വ്യക്തിയും തമ്മിൽ ഒരു ട്രോമ ബോണ്ട് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ നാർസിസിസ്റ്റ് ഒരു സൈക്കിള് അതിനിടയിൽ കീപ്പ് ചെയ്യും. അതായത് അബ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു പീരീഡിൽ ഇവര് എല്ലാം ശരിയാക്കാം എന്നുള്ള രീതിയിലും സോഫ്റ്റ് ആയിട്ട് നിൽക്കും. അപ്പൊ വീണ്ടും നിങ്ങൾ തിരിച്ചു ചെല്ലും, വീണ്ടും ഈ സൈക്കിൾ ഇങ്ങനെ, അബ്യൂസ് സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ഇത് ഈ റിലേഷൻഷിപ്പിൽ തന്നെ നിങ്ങളെ ഹുക്ക് ചെയ്ത് നിർത്തും. എന്നാൽ നിങ്ങൾ നോ കോൺടാക്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സൈക്കിൾ കംപ്ലീറ്റ്ലി തകർന്ന് തരിപ്പണമാവുകയാണ് ചെയ്യുന്നത്. ഇതാണ് അൾട്ടിമേറ്റ് ബൗണ്ടറി. കാരണം പൂർണ്ണമായിട്ടുള്ള കൺട്രോളും പൂർണ്ണമായിട്ടുള്ള നിങ്ങളുടെ ലൈഫിനുള്ള ഓട്ടോണോമിയും നിങ്ങളുടെ കയ്യിൽ എത്തിയിരിക്കുന്നു. നമ്മുടെ നാട്ടിലെ സാഹചര്യത്തിൽ ഈ കുടുംബം എന്നുള്ള സാധനത്തിനകത്ത് തളച്ചിട്ടിരിക്കുന്ന അവസ്ഥയിലാണ് പലപ്പോഴും വിക്ടിംസ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ നിന്നും കട്ട് ചെയ്ത് വരിക എന്ന് പറയുന്നത്, അവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നോ കോൺടാക്റ്റിലേക്ക് വരിക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. കാരണം ഇവിടെ ഒരു ചുറ്റുമുള്ള ഒരുപാട് ആൾക്കാരെയും കൂടിയാണ് നേരിടേണ്ടി വരുന്നത്. അവരെ മാത്രമല്ല, ഈ ഒരു ലൂപ്പിൽ നിന്ന് രക്ഷപ്പെടാനിരിക്കുന്ന ആൾക്കാരെ എല്ലാം കുടുംബത്തിന്റെ അഭിമാനം തകർക്കുന്ന ആളായിട്ടായിരിക്കും ചിത്രീകരിക്കപ്പെടുന്നത്. പക്ഷേ ഈ ഒരു കോഡ് കട്ട് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് നിങ്ങൾ കട്ട് ചെയ്യുക തന്നെ വേണം. അവരുടെ നമ്പേഴ്സ് ബ്ലോക്ക് ചെയ്യുക, അവരെ സോഷ്യൽ മീഡിയയിൽ നിന്നും കട്ട് ചെയ്യുക, ബ്ലോക്ക് ചെയ്ത് കളയുക. എന്നിട്ട് നിങ്ങൾ അവരുടെ ഇവന്റുകൾ, നിങ്ങൾ അവരുടെ കൂടെ അറ്റൻഡ് ചെയ്യാൻ സാധ്യതയുള്ള ഇവന്റുകളെല്ലാം അവിടെ ഒന്നും പോകാതിരിക്കുക, കംപ്ലീറ്റ്ലി അതിൽ നിന്നെല്ലാം മാറി നിൽക്കുക. അപ്പൊ അങ്ങനെ നിങ്ങളെ കോൺട്രോൾ ചെയ്യാനുള്ള ഒരു അവസരവും കൊടുക്കാതിരിക്കുമ്പോൾ നാർസിസിസ്റ്റ് ഒരു സ്മിയർ ക്യാമ്പയിൻ ആദ്യം അഴിച്ചുവിടും. നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരോട് നിങ്ങളെ പറ്റി അപവാദം പറഞ്ഞ് നിങ്ങളെ പറ്റി മാക്സിമം നിങ്ങളെ തളർത്തി തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഇവർ നടത്തും. അവർ എന്ത് കഥയും പറഞ്ഞുണ്ടാക്കിക്കോട്ടെ, നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ആബ്സല്യൂട്ട് സൈലൻസ് നിങ്ങളുടെ നോ കോൺടാക്റ്റിൽ കീപ്പ് ചെയ്യുക. ഈ സൈലൻസ് എന്ന് പറയുന്നത് നാർസിസിനെ അങ്ങേയറ്റം വെറു പിടിപ്പിക്കും, അങ്ങേയറ്റം ബുദ്ധിമുട്ടിലാക്കും, തളർത്തും. നമ്മുടെ റിയാക്ഷനാണ് ഈ സാഹചര്യങ്ങളെല്ലാം നാർസിസിന് പവർ കൊടുക്കുന്നത്, അവരുടെ കയ്യിൽ കൊണ്ട് പവർ എത്തിക്കുന്നത്. അങ്ങനെ നിങ്ങൾ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ, പൂർണ്ണമായിട്ടുള്ള സൈലൻസിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ നാർസിസിന് അവരുടേതായിട്ടുള്ള ഒപ്പീനിയനും ആർഗ്യുമെന്റുകളും ഒന്നും ഒരു വിലയില്ലാത്ത കറൻസി ആയിട്ടേ ഫീൽ ചെയ്യുള്ളൂ. നാലാമത്തേത് റാഡിക്കൽ ആയിട്ടുള്ള സെൽഫ് വാലിഡേഷൻ നിങ്ങൾക്ക് തന്നെ കൊടുക്കുക എന്നുള്ളതാണ്. ഇതെന്താണെന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും അവർ നിങ്ങളോട് വിധേയപ്പെടണം എന്നുള്ള കാര്യത്തിൽ നിന്നും നിങ്ങൾ പിൻവലിയുക എന്നുള്ളതാണ്. ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾ വരുത്തേണ്ട ഇന്റേണൽ ആയിട്ടുള്ള ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഷിഫ്റ്റ് ആണ്. നിങ്ങൾ ഒരിക്കലും ഇവർ വന്ന് നിങ്ങളുടെ അടുത്ത് വന്ന് മാപ്പ് പറയണം എന്നുള്ള പ്രതീക്ഷയും, ഇവർ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് അവർക്ക് തെറ്റുപറ്റി എന്ന് നാർസിസിസ്റ്റ് സമ്മതിക്കണം എന്നുള്ള പ്രതീക്ഷയും പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഈ നാർസിസിന്റെ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്ന ഒരു സ്വഭാവവിശേഷം ഉള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും ഇവർ അക്കൗണ്ടബിലിറ്റി എടുക്കില്ല. അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഉത്തരവാദിത്വവും ഇവരെടുക്കില്ല. അവരുടെ മനസ്സിൽ എപ്പോഴും അവരൊരു ഹീറോയാണ് അല്ലെങ്കിൽ ഒരു വിക്ടിമാണ്, അല്ലാതെ ഒരിക്കലും ഒരു വില്ലനല്ല. ഈ രണ്ട് രീതിയിൽ മാത്രമേ ഇവർക്ക് ചിന്തിക്കാനായിട്ട് കഴിയുള്ളൂ. നിങ്ങളുടെ വേദന ഇവർ എപ്പോഴെങ്കിലും മനസ്സിലാക്കുമെന്നുള്ള നിങ്ങളുടെ ഉള്ളിലുള്ള പ്രതീക്ഷ നിങ്ങൾക്ക് തന്നെ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയൊരു അപകടവും കെണിയുമായിരിക്കും. നിങ്ങൾ എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്തത് എന്ന് ഇവരോട് ചോദിക്കുന്നതിന് പകരം ഇവരിപ്പോൾ ചെയ്തത് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അത് അബ്യൂസ് ആണ്, എനിക്ക് ഹീൽ ആവാൻ വേണ്ടിയിട്ട് ഇവരുടെ പെർമിഷൻ ആവശ്യമില്ല എന്ന് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ ജയിക്കും. നിങ്ങൾക്കിനി അവരുടെ വാലിഡേഷൻ ആവശ്യമില്ല അല്ലെങ്കിൽ അവരുടെ അണ്ടർസ്റ്റാൻഡിങ് ആവശ്യമില്ല എന്ന് നാർസിസിസ്റ്റ് മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ കോൺഷ്യസിലുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള നാർസിസിന്റെ ഗ്രിപ്പാണ് അവർക്ക് നഷ്ടപ്പെടുന്നത്. അഞ്ചാമത്തെ സീക്രട്ട്, അൾട്ടിമേറ്റ് ആയിട്ടുള്ള റിഗ്രറ്റ് ഇവർക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആബ്സല്യൂട്ട് ആയിട്ടുള്ള വിജയം നേടുന്നതിലൂടെ. ഈ നാർസിസിസ്റ്റ് ഏറ്റവും ഭയക്കുന്ന കാര്യം എന്താണെന്നറിയോ? ഏറ്റവും ഹേർട്ട് ആവുന്ന കാര്യം എന്താണെന്നറിയോ? നിങ്ങളുടെ സക്സസ്, അവരുടെ സഹായമില്ലാതെ നിങ്ങൾ നേടുന്ന സക്സസ്സുകൾ. ഈ നാർസിസിസ്റ്റ് എപ്പോഴും വിചാരിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങളോട് പറയുന്നതും അല്ലെങ്കിൽ അവർ പ്രെഡിക്റ്റ് ചെയ്യുന്നതും അവരില്ലാതെ നിങ്ങൾ
ഒന്നും ആകില്ല എന്നും നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങൾ പരാജയപ്പെടുമെന്നും തിരിച്ച് വീണ്ടും ഇവരുടെ കാൽക്കീഴിൽ തന്നെ ചെന്ന് വീഴുമെന്നുമാണ്. നിങ്ങൾ നിങ്ങളുടെ ട്രോമ ഹീൽ ചെയ്യുമ്പോൾ പതുക്കെ നിങ്ങളുടെ പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ ഫിനാൻസസ് ഒക്കെ സെക്യൂർ ചെയ്ത് ഇൻഡിപെൻഡന്റ് ആയിട്ടൊക്കെ നിങ്ങൾ വരുമ്പോൾ സന്തോഷം നിങ്ങളിൽ ഉണ്ടായി വരുമ്പോൾ അവരുടെ റിയാലിറ്റി പൂർണ്ണമായിട്ടും തെറ്റായിരുന്നു എന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ നാർസിസ്റ്റിക് ആയിട്ടുള്ള എക്സ് പാർട്ണർ അല്ലെങ്കിൽ നിങ്ങളുടെ നാർസിസ്റ്റിക് ആയിട്ടുള്ള പാരന്റ് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് നിങ്ങൾ അവരില്ലാതെ അവരുടെ സാന്നിധ്യം അല്ലാതിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നോ കോണ്ടാക്ട് നിന്ന് ജീവിക്കുകയാണെങ്കിൽ മാറി നിന്ന് ജീവിക്കുകയാണെങ്കിലുള്ള നിങ്ങളുടെ സന്തോഷം കാണുമ്പോൾ നിങ്ങളുടെ വിജയങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ചെറിയ ചെറിയ സമാധാനങ്ങളിലേക്ക് എത്തുന്നതും വിജയങ്ങളിലേക്ക് എത്തുന്നതും കാണുമ്പോൾ തന്നെയാണ്. നിങ്ങൾ അവർക്ക് ആബ്സല്യൂട്ട്ലി സീറോ അറ്റൻഷൻ കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ വർക്ക് ചെയ്യുമ്പോൾ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് നിങ്ങളെ റെസ്പെക്ട് ചെയ്യുമ്പോൾ ആ രീതിയിൽ നിങ്ങൾ വളർന്നു വരുമ്പോൾ ഇവർ വളരെയധികം വിഷമിക്കും. ഇവരുടെ ഇറലെവൻസിനുള്ള ഏറ്റവും മികച്ച തെളിവായി നിങ്ങളുടെ സന്തോഷം ഇവിടെ മാറുകയാണ്. നിങ്ങൾ ഇവിടെ ഇത്രയും കാലത്തെ ഇവരുടെ അബ്യൂസ് സർവൈവ് ചെയ്യുക മാത്രമല്ല ചെയ്തത്, നിങ്ങൾ അവരെ കോൺകർ ചെയ്ത് വിജയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളുടെ ബെസ്റ്റ് റിവെഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾ അവരുടെ കൂടെ നിന്നുകൊണ്ട് നിങ്ങളുടെ ആർഗ്യുമെന്റിൽ വിജയിക്കുക അല്ലെങ്കിൽ കൺട്രോൾ നിലനിർത്തുക അല്ലെങ്കിൽ അവരുടെ കൂടെ നിന്നുകൊണ്ട് നിങ്ങളൊരു കംബാക്ക് നടത്തുക എന്നുള്ളതല്ല. നിങ്ങളുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് നിങ്ങൾ ഈ വ്യക്തിയുടെ പേര് ഇല്ലാതെ ഈ വ്യക്തിയുടെ ഒരു രീതിയിലുള്ള സാന്നിധ്യവും ഇല്ലാതെ ലൈഫിൽ പൂർണ്ണമായിട്ട് സക്സീഡ് ചെയ്യുമ്പോഴും നിങ്ങളുടെ കാര്യങ്ങളിൽ ഓരോന്നിലും നിങ്ങൾ സമാധാനത്തിലേക്ക് എത്തുമ്പോഴും വിജയങ്ങളിലേക്ക് എത്തുമ്പോഴുമാണ്. അൾട്ടിമേറ്റ്ലി അവരുടെ സാന്നിധ്യം ഇല്ലാതെയുള്ള നിങ്ങളുടെ സന്തോഷവും സമാധാനവുമാണ് നാർസിസിസ്റ്റ് ഏറ്റവും കൂടുതൽ പേടിക്കുന്നത്, ഭയപ്പെടുന്നത്. അവരെ ഫിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, അവരോട് ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് വാക്ക് അവേ. എന്നിട്ട് നിങ്ങളുടെ കയ്യിലുള്ള പവർ, നിങ്ങളുടെ കയ്യിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള എനർജി നിങ്ങളുടെ മെന്റൽ ഹെൽത്തിന് ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ആബ്സല്യൂട്ട് ആയിട്ടുള്ള സൈലൻസ്, നിങ്ങളുടെ നിശബ്ദത നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചോളൂ. നാർസിസിസ്റ്റിക് വിക്ടിംസിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന 1-on-1 സെഷൻസ് ഇപ്പോൾ 70ഓളം വിക്ടിംസിലേക്ക് എത്തിയിട്ടുണ്ട്. സർവൈവേഴ്സ് ആയിട്ടിരിക്കുന്ന വിക്ടിംസ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ വന്നിട്ടുണ്ട്. ആൻഡ് വളരെ നല്ല റെസ്പോൺസ് ആണ് ഉണ്ടായത്. അപ്പൊ ഇനി അങ്ങോട്ടുള്ള സെഷൻസിനും ഒരുപാട് പേരുടെ സാന്നിധ്യം അല്ലെങ്കിൽ പങ്കെടുക്കൽ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വീഡിയോയുടെയും ഇതിനു മുമ്പുള്ള വീഡിയോകളുടെയും കമ്മ്യൂണിറ്റി പോസ്റ്റിന്റെയും ഒക്കെ താഴെ കമന്റ് സെക്ഷനിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ സെഷൻ അറ്റൻഡ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ്, അതിന്റെ ലിങ്ക് എല്ലാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് ആൾക്കാരിലേക്ക് ഷെയർ ചെയ്തെത്തിച്ച് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് മാക്സിമം കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ റിയാലിറ്റിയിൽ വിശ്വസിക്കുക, നിങ്ങളുടെ സമാധാനം സംരക്ഷിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് വേണ്ടി കാണാം. അതുവരെ എല്ലാവർക്കും